നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മാസഫലമാണ്. മകരം രാശിയിലുള്ള തിരുവോണ നക്ഷത്രമാണ്. മാർച്ച് മാസം സമ്മിശ്രമായിരിക്കുമെന്നാണ് ജ്യോതിഷത്തിൽ കാണുന്നത്. ഈ മാസം നിങ്ങളുടെ ആരോഗ്യത്തിനും ബന്ധങ്ങൾക്കും വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട്. മാസത്തിൻ്റെ തുടക്കത്തിൽ പ്രിയപ്പെട്ടവരുമായുള്ള ചില തെറ്റിദ്ധാരണകളോ തർക്കങ്ങളോ കാരണം നിങ്ങളുടെ മനസ്സ് അസന്തുഷ്ടമായിരിക്കും. ഈ സമയത്ത് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തും നിങ്ങൾ വളരെ ചിന്താപൂർവ്വം സംസാരിക്കേണ്ടതുണ്ട്. ദേഷ്യപ്പെടുന്നതും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും ഒഴിവാക്കുക. ഭൂമിയും കെട്ടിടവുമായി ബന്ധപ്പെട്ട തർക്കം കോടതിയിൽ എത്തിക്കുന്നതിന് പകരം ഏതെങ്കിലും മുതിർന്നവരുടെ സഹായത്തോടെ അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ബിസിനസ്സിലോ പദ്ധതിയിലോ പണം നിക്ഷേപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇക്കാര്യത്തിൽ ശ്രദ്ധാപൂർവം തീരുമാനമെടുക്കേണ്ടതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കുക. ആരോഗ്യപരമായി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ദിനചര്യയിലും ഭക്ഷണക്രമത്തിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തി ശ്രദ്ധയോടെ വാഹനവും ഓടിക്കുക. മാസത്തിൻ്റെ മധ്യത്തിൽ തൊഴിൽ സംബന്ധമായ ഒരു അവസരവും നഷ്ടപ്പെടുത്തരുത്. പ്രവൃത്തി രംഗത്ത് നിലവിലെ സ്ഥിതി തുടരപ്പെടുന്നതാണ്. എന്നാൽ ജോലി ഉപേക്ഷിച്ച് പുതിയത് തേടാൻ സമയം ഉചിതമായിട്ടില്ല. ബിസിനസ് നവീകരണത്തിന് തടസ്സങ്ങളുണ്ടാവും. വായ്പ, ലോൺ ഇവ ലഭിക്കുന്നതിന് കാത്തിരിക്കേണ്ടിയും വരും. വ്യക്തിജീവിതത്തിൽ സമ്മർദ്ദങ്ങളും ആശ്വാസങ്ങളും മാറി മറിയുന്നതായിരിക്കും. കുടുംബ ബന്ധങ്ങളുടെ ഉറപ്പ് പരീക്ഷിക്കപ്പെട്ടേക്കാം. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അനുരഞ്ജനം കുറയുന്നതായിരിക്കും. തീക്ഷ്ണ വാക്കുകൾ പറയേണ്ട സാഹചര്യം സംജാതമാകുമെങ്കിലും അത് നിയന്ത്രിക്കേണ്ടതാണ്. അപ്രിയരായ വ്യക്തികളുടെ സഹായ സഹകരണങ്ങൾ ചിലപ്പോൾ സ്വീകരിച്ചേക്കും. ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും. സുഹൃത്തുക്കളുമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടുതൽ സജീവവുമാകും. സീസണൽ രോഗങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കരിയർ അല്ലെങ്കിൽ ബിസിനസ് ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ ക്ഷീണവും നിരാശയും ഒക്കെ നിറഞ്ഞതാവാൻ സാധ്യത കാണുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.